guys, welcome back to my YouTube channel. We are back with another movie trailer reaction. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന ട്രെയിലർ കൽക്കി 2928 AD എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെയാണ്. സോ ദ മൂവി ഈസ് ബേസിക്കലി അബൌട്ട് ഹിന്ദു മൈത്തോളജിയിലുള്ള ലോർഡ് വിഷ്ണു ഇസ് കമ്മിങ് ടു എർത്ത് ടു പ്രൊട്ടക്ട് ദ എർത്ത് ഫ്രം ഓൾ ദ ഈവിൾ ഐസ്. സോ അതിൻ്റെ ഒരു ആസ്പദമാക്കിയിട്ടുള്ള ഒരു മൂവിയാണിത്. ആൻഡ് മൂവിയിൽ മെയിനായിട്ട് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഇസ് പ്രഭാസ്, പിന്നെ ദീപിക പഡുക്കോൺ ഉണ്ട്, പിന്നെ അമിതാഭ് ബച്ചൻ ഉണ്ട്, പറയുന്നു കമൽഹാസൻ ഉണ്ട്, പിന്നെ കീർത്തി സുരേഷ് ഉണ്ട്, നമ്മുടെ മലയാളത്തിൽ നിന്ന് അന്നാബെൻ ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റാർ കാസ്റ്റ് നിറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ്. സോ മൂവി വന്നിട്ട് ജൂൺ 27 ആണ്, ഈ ഇയറിൽ ജൂൺ 27 ഈ മന്ത് ജൂൺ 27 റിലീസ് ആവുന്നത്. ആൻഡ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിനെയാണ് മൂവി എഴുതിയിരിക്കുന്നതും ഡിറക്ഷൻ ചെയ്തിട്ടുള്ളതും. സന്തോഷ് നാരായണാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആൻഡ് അശ്വനി ദത്താണ് പ്രൊഡ്യൂസർ. സോ നമുക്ക് ഇനി അധികം സമയം വൈകിക്കേണ്ട, ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ വന്നിട്ട് മലയാളത്തില്, തെലുഗുല്, തമിഴില്, ഹിന്ദിയില്, കന്നഡയിലുണ്ട് തോന്നുന്നു. ഇത്രയും ലാംഗ്വേജസിലാണ് ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നത്. ട്രെയിലർ വന്നിട്ട് 3 മിനിറ്റും 2 സെക്കൻഡ്സും ആണ്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. എന്താ സൗണ്ട് ഇല്ല ഗൈസ്? ഫസ്റ്റ് 7 സെക്കൻഡ്സിന്റെ സൗണ്ട് ഇല്ല കേട്ടോ. അമിതാഭ് ബച്ചൻ അല്ലേ ഗൈസ്? അമിതാഭ് ബച്ചൻ. ദീപിക, അമിതാഭ് ബച്ചൻ. പ്രഭാസ്. ഓ, ദിശ പാട്ടിൽ ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. എനിക്ക് അവളെ കിട്ടിയാൽ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ചെക്ക് ചെയ്യുക. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. ഇതിലും തോൽക്കില്ല. ഓ, ശോഭനയുണ്ട്. അന്നാപ്പല്ലേ അത്? കമൽഹാസൻ. ഓ, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. കൽക്കി. ഫിലിം ബൈ നാഗ് അശ്വിൻ. Brilliant trailer and the filmmaking is out of the world. I have read that ആദിപുരുഷ് എന്നുള്ള മൂവിക്ക് ശേഷം സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ഫിലിം ഡൺ ഇൻ ഹിന്ദിയാണ് കൽക്കി 2928. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമിതാഭ് ബച്ചൻ ആയിക്കോട്ടെ, കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ലാസ്റ്റ് ഞാൻ കമൽഹാസനെ ലിറ്ററലി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആൻഡ് കമൽഹാസൻ ലാസ്റ്റാണ് എൻട്രി വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ശോഭനയുണ്ട്. ഞാൻ ശോഭനയുണ്ടെന്ന് ഇപ്പോഴും അറിഞ്ഞ്, ഐ ഗസ് ഇറ്റ് ശോഭന ഓൺലി. ലാസ്റ്റ് ഒരു ക്ലിപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നാബെൻ ഉണ്ട്, ദിശ പാട്നി ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ദ മൂവി റിലീസ്. മൂവി എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും.
So if you guys like this reaction video of mine, please do subscribe to my channel. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ആൻഡ് ഈ ട്രെയിലറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യൂ. സോ നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം ഗൈസ്. ടിൽ ദെൻ ടാറ്റാ.